ഹായ് ഹലോ, അപ്പോൾ നമ്മൾ പിന്നെയും നമ്മുടെ വ്ളോഗിങ് തുടങ്ങിയിരിക്കുകയാണ്. ലാസ്റ്റ് വീഡിയോ ഇറങ്ങി ഐ ഗസ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ടാവും. ബട്ട് ഈ വീഡിയോ ഞാനിപ്പോൾ എടുക്കുന്നത് ഫസ്റ്റ് വീഡിയോ ഇട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. എന്റെ മനസ്സാണിത്. ഇത് ആക്ച്വലി ഒരു ഇൻട്രോ ആണ്. ഞാൻ ആക്ച്വലി ഈ വീട്ടിൽ നിന്ന് എടുക്കണം എന്നാണ് വിചാരിച്ചത്, പക്ഷെ എൻ്റെ സോഷ്യൽ ആങ്സൈറ്റി എന്നെ അതിന് സമ്മതിച്ചില്ല. എനിക്കൊരു നാണക്കേടായിരുന്നു. ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ട് വീട്ടിൽ നിന്ന് അമ്മ വീഡിയോ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. ലൈക്ക് എന്ത് വിചാരിക്കും. എല്ലാം ഞാൻ അവസാനിപ്പിച്ചു. ഇനി ഒരു തെറ്റും ഞാൻ ചെയ്യില്ല. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നിന്നെ പോലൊരു മകനെ എനിക്ക് വേണ്ട. നിന്നെ കാണുന്നത് തന്നെ എനിക്ക് പേടിയാ. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അത് നമുക്ക് നമുക്ക് എന്തുവാ, വാക്കുകളും കിട്ടുന്നില്ല, പറയാൻ വാക്കുകളില്ല. അത് നമുക്ക് ചെയ്യാം. കൂലിപ്പണിക്ക് പോവായിരിക്കും അല്ലയോ? സോ നമ്മളെ ഫസ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇൻവോൾവ്സ് ദിസ്. നമ്മുടെ വീട്ടിൽ ഗ്യാസിന് യൂസ് ചെയ്യുന്ന റെഗുലേറ്റർ അതിനൊരു സൂക്കേടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ തുറക്കാൻ ഭയങ്കര പാടാണ്. അതായത് തുറക്കാനേ പറ്റില്ല. അത് മാറ്റണം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇറങ്ങിയതാണ്. റെഗുലേറ്റർ എൻ്റെ കയ്യിലുണ്ട്. അത് എങ്ങനെയൊക്കെയോ വലിച്ചൂരി എടുത്തതാണ്. ഊരിയെടുക്കുന്ന പരാക്രമത്തിൽ ഈ സാധനം പൊട്ടി എൻ്റെ കയ്യിൽ തന്നെ വന്നു. പിന്നെ ചെറിയ കട്ടിങ്സ് ഒക്കെ വേണം. നമുക്ക് ഗ്യാസ് ഏജൻസി കൊടുത്ത് പുതിയ റെഗുലേറ്റർ നമുക്ക് വാങ്ങണം. ഈ വീഡിയോ കുറച്ചും കൂടി ഷെയ്ക്കി ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈ പിടിച്ചാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടിക്ക് കുറേ കാലമായി ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കണം എന്ന് വിചാരിക്കുന്നു. സോ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരു ബ്ലേഡ് ഇല്ലാത്ത ഫാനും പിന്നെ ഗണപതി. സോ എനിക്ക് അവിടെ എന്തെങ്കിലും ഒട്ടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പുറത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ എന്നെ തന്നെ നോക്കുന്നുണ്ട്. എനിക്ക് എന്തൊക്കെയോ പോലെ ആവുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഫ്രണ്ടി ഒട്ടിക്കാമെന്ന്. അങ്ങനെ എന്റെ കയ്യിൽ ഒരു ഐഡിയ വന്നിട്ടുണ്ട് ഒട്ടിക്കാൻ വേണ്ടിട്ട്. ഞാൻ അതിന്റെ സ്റ്റിക്കറും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയതല്ലേ, ജെമിനി ഉണ്ടാക്കിയെന്ന. അതിനി ഇതിന്റെ അകത്ത് എടുത്ത് ഒട്ടിക്കണം. അതാണ് നമ്മളെ പരിപാടി. ഗൈസ്, ചെറിയൊരു കുഴപ്പമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം ഊരി തിരിച്ച് ഫിറ്റാക്കാൻ നല്ല പാടാണ്. ഞാൻ ഇവിടെ ഒരു ഷോപ്പിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് സ്റ്റവോട് കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ അങ്ങനെ തന്നെ കയറ്റി തരുന്നു. സോ ഞാൻ എന്തായാലും വീട്ടിൽ പോയി ഇനി പിന്നെയും സ്റ്റവ് എടുത്തിട്ട് തിരിച്ചു വരാൻ പോവാണ്. ആകെ പണി പാളിയിട്ടുണ്ട്. ഈ സാധനമാണ് പൊട്ടിയത്. ഈ സാധനം ഇപ്പോൾ തപ്പി എനിക്ക് എവിടെയും കിട്ടാനില്ല. സോ ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ വന്ന് ഞാൻ ഇപ്പൊ കാസർഗോഡ് വരെ എത്തി. അതേ കല്യാൺ സിൽക്സ് കാണുന്നു. ഇത് പള്ളിയുടെ മുന്നിൽ കൂടിയൊക്കെ പോയി. ചെന്ന് കൊടുക്കത്തെ ഭാഗ്യമാണെന്ന് തോന്നുന്നു. ഞാൻ നടന്നു വന്ന വേറെ ബിൽഡിങ്ങിലേക്ക്, ഇപ്പൊ നടന്ന് വേറെ ബിൽഡിങ്ങിലോട്ട് പോകുന്നുണ്ട്. എങ്ങോട്ട് എത്തുമെന്തോ ലാസ്റ്റ്. ഇപ്പൊ ഇവിടെ ഒരു കടയിൽ വന്നിട്ടുണ്ട്. ആ കട എത്തിയ അവസാനം ഗൈസ് ഫൈനലി സാധനം കിട്ടിയിട്ടുണ്ട്. ബട്ട് കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫിറ്റ് ചെയ്യുന്ന ആള് തിരിച്ചു പോയി. സോ ഇതിന് ഞാൻ തന്നെ കണ്ടുപിടിച്ച് ഞാൻ തന്നെ ഫിറ്റ് ചെയ്യണം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ചാളാവോ എന്തോ പോയാൽ നമുക്ക് തിരിച്ചു പോവാം. ഇനി ലാസ്റ്റ് ആ കട അടച്ചു കഴിഞ്ഞാൽ പിന്നെയും പണി വേണം. ഞാൻ ഇപ്പൊ നേരത്തെ വന്ന കടയെ വേറെ ഓഫീസിൽ വന്നേക്കാം ആ ചേട്ടനെ കാണാൻ വേണ്ടി. അങ്ങനെ സെറ്റാക്കി തേണ്ടി ഇതവിടെ ബാക്കിൽ കിടപ്പുണ്ട്. ലീക്കുണ്ടോ നോക്കി, ലീക്കില്ല. സ്റ്റിക്കർ ഒട്ടിക്കുന്ന പരിപാടി നടന്നിട്ടില്ല. അപ്പോൾ മിക്കവാറും ഈ വ്ളോഗ് ഞാൻ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ വ്ളോഗ് തീർക്കാൻ ചാൻസ് ഉള്ളൂ. ഗൈസ് ഫിക്സിങ് കഴിഞ്ഞപ്പോൾ അതേ കണ്ട സക്സസ്ഫുൾ. ഇത് കുറച്ച് പാട് വിട്ടു, ഭയങ്കര ലീക്കിങ് ആയിരുന്നു ആ ഭാഗത്ത് നിന്ന്. അത് ഞാൻ ഫിക്സ് ചെയ്ത്. സോ ഞാൻ പോകുന്നു. ബൈ.